KSRTC ജീവനക്കാരെ കാണുമ്പോൾ ഗോളടിച്ചല്ലോ എന്ന് മറ്റാളുകൾ പറയുന്ന തരത്തിലുള്ള ഒരു സമ്മാനം നിങ്ങൾക്ക് കരുതി വെച്ചിട്ടുണ്ട്. അത് പുറകെ വരും. ഇയാൾ ഇതാണോ ഉദ്ദേശിച്ചത് നിങ്ങൾ ഞെട്ടിപ്പോകുന്നൊരു സമ്മാനമാണ്. ആ സമ്മാനം നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചർച്ചകളും എഴുത്തുകൂത്തുമൊക്കെ നടക്കുകയാണ്. അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. എല്ലാം കൂടി പറഞ്ഞാൽ രസമില്ല. കഥയ്ക്കൊരു സസ്പെൻസ് വേണം. ആ സസ്പെൻസ് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ നിങ്ങൾക്ക് എത്തും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എത്തുമ്പോൾ നിങ്ങൾ ആഹാ എന്ന് പറയും. എന്നത് KSRTCയിൽ ആക്സിഡന്റ് പറ്റിയിട്ടോ അസുഖം വന്നിട്ടോ ശരിയായി ജോലി ചെയ്യാൻ കഴിയാത്ത ലൈറ്റ് ഡ്യൂട്ടി പ്രദാനം ചെയ്തിട്ടുള്ള ജീവനക്കാരായിരിക്കും ഈ ക്ലീനിങ് ശരിയാണോ എന്ന് പരിശോധിക്കാൻ അവരെ ചുമതലപ്പെടുത്തും. ബസ്സുകൾ ക്ലീൻ ചെയ്യാൻ കോൺട്രാക്ട് കൊടുക്കാൻ പോവുകയാണ്. ബസ്സുകൾ ക്ലീൻ ചെയ്യുന്നത് കൃത്യമായിട്ടാണോ എന്നറിയാൻ ലൈറ്റ് ഡ്യൂട്ടി കൊടുത്തിരിക്കുന്ന ജീവനക്കാരെ കസേരയിട്ട് അവിടെ ഇരുത്തിയിട്ട് എവിടെയൊക്കെ കഴിയുമെന്ന് ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അത് അടയാളപ്പെടുത്തും. എല്ലാത്തവരും അക്കൗണ്ട് കൊടുക്കണം. കാശ് കൊടുക്കുമ്പോഴേ കഴിയിട്ടേ കൊടുക്കാവൂ. ഞാനത് കണക്കെടുത്ത് നോക്കിയപ്പോൾ കേരള സംസ്ഥാനത്ത് എല്ലാ ദിവസവും 2000-ലധികം ബസ്സുകൾ കഴിയുന്നുണ്ടെന്നാണ് കണക്ക്. അതിന്റെ കാശ് എഴുതി എടുക്കുന്നുണ്ട് KSRTC. അത് പറ്റൂല. ഇവിടെ ഞാൻ ജീവനക്കാരുടെ സംഘടനക്കാരോട് ചോദിച്ചു, നിങ്ങൾ വണ്ടി കഴുകുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല, അപൂർവമായി മാത്രം. ഈ വണ്ടികളെല്ലാം കഴുകുന്നു എന്ന് പറഞ്ഞ് 2000-ലധികം വണ്ടികൾ ഒരു ദിവസം കഴുകുന്നു എന്നൊരു കണക്കാണ് നമുക്ക് തരുന്നത് പല സ്ഥലത്തും. ഇനി അങ്ങനെ കഴുകുന്നില്ല. കോൺട്രാക്ട് കൊടുത്തിട്ട് ടെൻഡർ വിളിച്ചു കഴിഞ്ഞു. കോൺട്രാക്ട് കൊടുത്തിട്ട് അവർ കഴുകും. KSRTCയിലെ ലൈറ്റ് ഡ്യൂട്ടി എടുത്ത ജീവനക്കാരത് കണ്ടുകൊണ്ടിരിക്കും. അവരത് അടയാളപ്പെടുത്തും. അവരെ പരിശോധിക്കാനും വരും. ഏതാ ലോഹ്യത്തിന്റെ പുറത്ത് ചുമ്മാ അടയാളപ്പെടുത്താൻ നോക്കില്ല. അവരെ പരിശോധിക്കാനും വേറെ ടീം വരും. ഇത് വൃത്തിയാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇനി ബഹളം എന്ന് പറയുന്നത് അത് കാര്യമാക്കണ്ട. 1-ാം തീയതി ശമ്പളം കൊടുത്തവനെ കാണുമ്പോൾ ഒരു ചെറിയ അസുഖം വരും. ഏതാ 5 കൊല്ലത്തിന് ശേഷം 1-ാം തീയതി ശമ്പളം തരും ഈ വേദിയിൽ വെച്ച് നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങളും കൈയടിക്കാനൊന്നും മടിച്ചെങ്കിലും അത് തന്നവനെ കാണുമ്പോൾ ഒരു ചെറിയ അസുഖം വരും. റഫറണ്ടത്തിന്റെ കാലമാണല്ലോ. ഇതിന്റെ നന്മയാണ് റഫറണ്ടത്തിൽ. ഇതിൽ ഇരിക്കുന്ന ജീവനക്കാർ രാഷ്ട്രീയ ബന്ധമാകട്ടെ അവരെ നന്മയാണ് പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥകളായ സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ മേളിൽ കയറി വരുമ്പോൾ നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, സാറേ ഇത് പാലക്കാടാണ്, ചൂടായി കഴിഞ്ഞാൽ പൊള്ളി ഉരുകും, ഇവിടെ ഇരിക്കാനൊക്കെ എന്ന് പറഞ്ഞോ? എയർ കണ്ടീഷൻ ചെയ്തെന്നാ. കേരളത്തിലെ ആദ്യത്തെ എയർ കണ്ടീഷൻ ചെയ്ത ഓഫീസ് പാലക്കാടാണ്. ജീവനക്കാർ കിടന്ന ആ പൊത്ത ബസ്സിനകത്താണ്. ഇപ്പൊ സ്ത്രീകളും പുരുഷന്മാരുടെ ജീവനക്കാർ കിടക്കുന്ന എയർ കണ്ടീഷൻ മുറിയിലാണ്. എന്താ കുഴപ്പം? പിന്നെ ഇവിടുത്തെ സമരം അവരോട് ചെയ്യേണ്ട സമരമാണ്. ഞാൻ രാഹുൽ പറഞ്ഞുകൊണ്ട് ചോദിക്കണം, ആ മുനിസിപ്പൽ ഓഫീസിലേക്ക് നടത്തുന്ന ഈ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള ശശിധരനെ ഞാൻ ഫോൺ ചെയ്തിട്ടില്ല എന്ന് അവർക്ക് പറയും. ഒരു മന്ത്രി അവരെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അവരെ വിളിച്ചിട്ട് ഇതിനൊന്ന് നമ്പർ ഇട്ട് തരുമെന്ന് പറയുന്നത്. അവർ ചെയ്യുന്ന ദ്രോഹം എന്താണെന്ന് ഈ ബസ് സ്റ്റേഷന് എന്തെങ്കിലും ഒരു അപകടം, ഇവിടെ ഒരു തീപിടുത്തമോ ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്പറില്ലാത്ത ഈ കെട്ടിടത്തിൽ ഇരിക്കുന്ന ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്നവർക്കോ ഇവിടെ കഴിക്കാൻ വരുന്നവർക്കോ പോലും ഒരു കോമ്പൻസേഷൻ കിട്ടാത്ത ദ്രോഹം ഈ മുനിസിപ്പൽ ചെയർമാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാണമുണ്ടോ? ഒരു നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ ചങ്ങനാശ്ശേരി പോയി, ഞാൻ നോക്കിയപ്പോൾ ഒരു ബഹളം, ഒരു കൊടിയൊക്കെ ആയിട്ട് ഞാൻ അവിടുത്തെ MLA അവിടുത്തെ ബസ് സ്റ്റേഷന്റെ പണം അനുവദിച്ച് കല്ലിടാൻ പിടിച്ചിരിക്കുകയാണ്. ഒരു ബഹളം. ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു കുറ്റവും ചെയ്യാറില്ല. ഞാനങ്ങനെ വെളിയിൽ ഇറങ്ങി പോകാറില്ല, പ്രസംഗിക്കാറില്ല, ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ ഇടപാടില്ല. സിനിമ കണ്ടാലും മിണ്ടാതെ പോകും. ഇപ്പൊ സിനിമ കണ്ടിട്ട് മിണ്ടാൻ പാടില്ലല്ലോ. അപ്പൊ സിനിമ കണ്ടാലും മിണ്ടാതെ പോകും. മോഹൻലാലിന്റെ അഭിനയം നന്നായി എന്നേ പറയുള്ളൂ, വേറെ ഒന്നും പറയാൻ ഒക്കില്ല. കാരണം എന്ത് പറഞ്ഞാലാണ് കുഴപ്പമാവുന്നതെന്ന് അറിയാത്തതുകൊണ്ട് അവരെ ഇഷ്ടം പോലെ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്നൊക്കെ പറയുന്നതിന് നമ്മൾ അങ്ങൊരു സൈഡിൽ കൂടെ അങ്ങ് പോയ കഴിഞ്ഞിപ്പോൾ സിനിമയെ പറ്റി പുകഴ്ത്തി പറഞ്ഞു വെച്ച് അതിന് ഈ നാട്ടിൽ ഒരു വലിയ കലാപമാകണ്ട. കാണേണ്ടവൻ കാണും, വിശ്വസിക്കുന്നവൻ വിശ്വസിക്കും. സത്യം പറഞ്ഞാൽ സത്യമാണെന്ന് തിരിച്ചു വരാനുള്ള വകതിരിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് നമ്മുടെ അഭിപ്രായത്തിനൊരു വിലയൊന്നുമില്ല. ഒരു സിനിമ കണ്ടാൽ, ഒരു പുസ്തകം വായിച്ചാൽ ഇതിൽ പറയുന്ന ശരിയാണോ എന്ന് മനസ്സിലാക്കാനുള്ള വകതിരിവ് മലയാളിക്കുണ്ട് എന്നുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിരിക്കണം. ഇവിടെ ഞാനും ഒരുപാട് രാഷ്ട്രീയ സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്നും കേരളത്തിലെ രാഷ്ട്രീയം മാറി പറഞ്ഞു. ഏതാ ഞാൻ UDF നിൽക്കുന്ന കാലത്ത് MLA ആവുന്നതിന് മുമ്പ് ഞാൻ അഭിനയിച്ച സിനിമകളിൽ പലതും UDF വിരുദ്ധ സിനിമകളായിരുന്നു. രഞ്ജി പണിക്കരെ, ഷാജി കലത്തിന്റെ സിനിമകൾ. അതുകൊണ്ടൊന്നും ഇവിടെ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായില്ല. അപ്പൊ അതുപോട്ടെ. ഇത് ഇപ്പോൾ കാണിച്ചതെന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി അവിടെ എന്താ ഒരു സമരം എന്തെന്ന് ചോദിച്ചാൽ BJP-ക്കാരുടെ സമരമാണ്. എന്താ കാര്യം? ഒരു MLA അയാളുടെ ഫണ്ട് ഉപയോഗിച്ച് ഒരു കെട്ടിടം വയ്ക്കാൻ തീരുമാനിച്ചു. ആ കെട്ടിടത്തിന് ടെൻഡർ വിളിച്ചു, ഊരാലുങ്കൽ എടുത്തു, മന്ത്രി കല്ലിടാൻ വന്നു. എന്താണ് പ്രതിഷേധം എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. പ്രമോദം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് എന്തിനാന്ന് മനസ്സിലായി. പിന്നെ എനിക്കിതൊരു രസമാണ്, ഞാൻ ഇതിപ്പോൾ ആസ്വദിക്കുകയാണ് ചെയ്തത്. കാരണം അവര് സമരം ചെയ്യുമ്പോൾ ഇവര് അറിയാത്തൊരു കാര്യമുണ്ട്, പരിചയക്കുറവാണെന്ന് അറിയത്തില്ല. ആദ്യം ഒരു നോട്ടീസ്, ഷാബി എനിക്കൊരു നിവേദനം അല്ലെങ്കിൽ ശ്രീകണ്ഠൻ ഒരു നിവേദനം എനിക്ക് തരുന്നു, അതേ നിരസിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ പ്രതിഷേധിക്കുന്നതിന് അർത്ഥമുണ്ട്. ഞാൻ ഇതുപോലെ മൂന്നാറിൽ ചെന്നു കേട്ടോ. മൂന്നാറിൽ പോയൊരു തമാശയുണ്ട്. മൂന്നാറിലെ ഡബിൾ ഡെക്കർ ഉദ്ഘാടനം ഞാൻ മൂന്നാറിൽ ചെന്നു. ഒരു കാര്യമില്ല, അന്നും പ്രമോദുണ്ട്, അവിടുത്തെ MLA ഉണ്ട്, ഞാനും അവിടുത്തെ MLA കൂടി ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി കാറിൽ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു കാര്യം കൂടി പറയണം. എനിക്കാണെങ്കിൽ കാര്യം കൂടി ഇഷ്ടമാണ്. കാരണം ഞാൻ മിക്കവാറും കറുത്തോട് പെടുന്ന ആളാണ്. എനിക്ക് കറുപ്പിനോട് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്.
പിന്നെ ഇത് കറുത്ത ഉടുപ്പിട്ട് നടക്കുന്ന ആദ്യമല്ല, കേരളത്തിന്റെ നിയമസഭയിലും കറുത്ത ഉടുപ്പ് കിട്ടുമെന്ന ആദ്യത്തെ ആൾ ഞാനാണ്. എനിക്ക് നിറത്തിലൊന്നൊരു പ്രശ്നം, നിറം എനിക്കൊരു പ്രശ്നമല്ല. ഏറ്റവും നല്ല വർണ്ണശബളമായ കൂടെ കിടക്കുന്ന പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് കേട്ടാലറിയാം. ഇനി വരാൻ പോകുന്ന വണ്ടിയൊന്നും നോക്കണം, എല്ലാം നല്ല കളർഫുള്ളായിരുന്നു. അത് കറുപ്പാന്നോ വെളുപ്പാന്നല്ല, നല്ല രസമായിരിക്കും കാണാൻ. നമ്മുടെ മനസ്സ് നല്ല കളർഫുള്ളാണ്. അതുകൊണ്ട് അവിടെ ഇതുപോലെ ഒരു കാര്യം കൂടി. അപ്പം ഞാൻ ചോദിച്ചു എന്താ കാര്യം? ഇവിടെ അനധികൃതമായ ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ സ്റ്റേജിൽ കയറിയാൻ പറഞ്ഞ് അവർ സമരം ചെയ്ത് എന്താണെന്ന് എന്നോട് പറഞ്ഞില്ല. പക്ഷെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്, അപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ലേഖനം എന്നോട് പറഞ്ഞു, സാറേ ഇവിടെ അനധികൃതമായ ഓട്ടമുണ്ട്, ലൈസൻസ് ഇല്ലാത്തൊരു വണ്ടി ഓടിക്കുന്നുണ്ട്, അവർ നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഇൻഷുറൻസ് പോലും കിട്ടത്തില്ല, വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല, ടാക്സ് ഇല്ല, അതില്ലാത്തവരെ തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിനായിരുന്നു സമരം എന്ന് പറഞ്ഞ് ഞാൻ നേരെ പിറ്റേ ദിവസത്തെ നടപടി ആരംഭിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, കേരള സർക്കാരിന് ഏതാണ്ട് 1 കോടി രൂപ 25 ദിവസം കൊണ്ട് നികുതി വെട്ടിച്ചവൻ്റെയും ലൈസൻസ് ഇല്ലാതെ വണ്ടി, ലൈസൻസ് എടുത്തിട്ട് കൊണ്ടുവരാത്തല്ല കേട്ടോ, ലൈസൻസ് സാധനമേ എടുത്തിട്ടില്ല, വണ്ടി ഓടിക്കുക. ദിവസം 7 പേര് 8 പേരെയാണ് പിടിക്കുന്നത് മോട്ടോർ വെഹിക്കിളുകാർ. അതിൽ ലൈസൻസ് ജീവിതത്തിൽ ഒരിക്കലും ലൈസൻസ് എടുത്തിട്ടില്ല, ഒരിക്കലും ലൈസൻസ്. പക്ഷെ അവരെല്ലാം വണ്ടി ഓടി. ആരെ? മൂന്നാറിൽ വരുന്ന വിദേശത്ത് വരുന്ന ടൂറിസ്റ്റുകൾ, വടക്കേന്ത്യ വരുന്ന ടൂറിസ്റ്റുകൾ, കേരളത്തിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ, കുടുംബങ്ങൾ, ഇവരെ ഇരുത്തിക്കൊണ്ട് ടാക്സ് ഇല്ല, ഇൻഷുറൻസ് ഇല്ല, ലൈസൻസ് ഇല്ല, വണ്ടി ഓടിക്കുകയാണ്. ചാനൽ പ്രവർത്തകരാണ്, മാധ്യമ പ്രവർത്തകരാണ് ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയത്. പിറ്റേ ദിവസം തൊട്ട് കൈകാര്യം ചെയ്തു. 1 മാസം കൊണ്ട് 1 കോടി രൂപയോളം സർക്കാരിന് ഖജനാവിൽ വരുമാനം കിട്ടി. നിയമലംഘനക്കാരെ, ആയിരക്കണക്കിന് നിയമലംഘകരെ അറസ്റ്റ് ചെയ്തു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ട് വലിയ ലൈറ്റ് ഒന്നും പിടിപ്പിക്കുന്നു, അതെല്ലാം ഇളക്കി, അതിനൊക്കെ ഭയങ്കര ഫൈനടിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ കർശന നിരീക്ഷണത്തിലാണ്. എല്ലാം കോടതി പറഞ്ഞതുപോലെ തന്നെ എല്ലാത്തിനും ഇളക്കി റെഡിയാക്കി. അവിടെ അരാജകത്വമായിരുന്നു. KSRTC ഡബിൾ ഡക്കർ ബസ് തുടങ്ങി. എല്ലാവരും അത്ഭുതപ്പെട്ടു, എന്താണിത്? കണ്ണാടിയിൽ ബസ്. ഞാൻ തന്നെയാണ് കണ്ണാടി ബസ് രൂപകൽപ്പന ചെയ്തത്. അഭിമാനത്തോടെ പറയാം, അത് വരച്ചതുപോലെ അതിനേക്കാൾ ഗംഭീരമായി നിർമ്മിച്ചു തന്നത് KSRTCയിലെ ജീവനക്കാരാണ്, അവിടുത്തെ മെക്കാനിക്കുകളാണ് എന്ന് നിങ്ങൾ കയ്യടിയോടെ അവരെ അഭിനന്ദിക്കണം. അതെല്ലാവരും അറിഞ്ഞില്ല. ആ ബസ് ഇമ്പോർട്ട് ചെയ്തതാണോ, വടക്കേന്ത്യയിൽ ഉണ്ടാക്കിയെന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നു. ആ ബസ് KSRTCയിലെ ജീവനക്കാർ ഉണ്ടാക്കിയതാണ്. അവർക്ക് അഭിമാനിക്കാവുന്ന അവരൊരു നേട്ടമാണ്. ഇത്തരം പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിന് പ്രമോദിന് കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാരിൽ നിന്ന് 1 ലക്ഷം രൂപയുടെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. പുതിയ ആശയങ്ങൾ KSRTC കൊണ്ടുവന്ന പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിന് KSRTC കിട്ടിയ അവാർഡ് അദ്ദേഹം കഴിഞ്ഞ മാസം 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ആ മാറ്റം നമ്മൾ ഉൾക്കൊള്ളുകയാണ്. ബഹളമൊന്നും വെച്ചിട്ടൊന്നും കാര്യമില്ല, പറഞ്ഞാൽ ചെയ്യുമല്ലോ. മൂന്നാറിൽ കൊടി കാണിച്ചെന്ന കാവരെന്നേ പറയാനുള്ളൂ. ഈ മുനിസിപ്പാലിറ്റിക്ക് വല്ല ഉത്തരവാദിത്തമുണ്ട്? ഇവിടെ ഇരുന്ന ഓട്ടോറിക്ഷക്കാർ മുഴുവൻ അമിതമായി മീറ്റർ ഇടാതെ വണ്ടി ഓടിക്കല്ലേ, ഇത് മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തം വരുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട MP 2.5 കോടി ചെലവാക്കി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പണിഞ്ഞു. എന്തുകൊണ്ട് തുറന്നു കൊടുക്കുന്നില്ല മുനിസിപ്പൽ ചെയർമാൻ? എന്താണ് അസുഖം തുറന്നു കൊടുക്കാൻ? എനിക്ക് MP പറയാനുള്ളത്, ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച്, ഞാൻ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരെ തരാം, നിങ്ങൾ ധൈര്യമായി പോയി തുറന്ന് നടപടിയായിട്ട് മുന്നോട്ട് പോകണം. നിങ്ങളെ പണ്ടുകൊണ്ടുണ്ടാക്കി എന്തിനാണ് തടയുന്നതെന്ന് മുനിസിപ്പാലിറ്റി ഉത്തരം പറയണം. എന്തിനാണ് 2.5 കോടി അദ്ദേഹം ചെലവഴിച്ചു? പൊതുമുതലാണ്, ഡെഡായിട്ട് ഇട്ടേക്കാനുള്ളതല്ല. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ 3 കടക്കാരിപ്പുണ്ട്, തുറന്നങ്ങ് പറയാം. ഈ 3 കടക്കാർക്ക് ഒഴിഞ്ഞു പോകാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം നൽകി. പണം തിരിച്ചു കൊടുക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചു. ആ രാത്രിയിൽ, കോടതി പറഞ്ഞ ദിവസം രാത്രി 9.5 ലക്ഷം രൂപ ഇവർ കൊടുക്കാൻ വേണ്ടി CMD ഞാൻ പറഞ്ഞിട്ടാണ് മാറ്റിവെച്ചത്. അത് കൊടുത്തിട്ട് ഇനി വേറെ കാര്യം, വാങ്ങാതെ അവിടെ ഇരിക്കാം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ, രാഷ്ട്രീയമൊന്നുമില്ല, ആർക്കെങ്കിലും രാഷ്ട്രീയം വളർത്താനുള്ള സ്ഥലമല്ല ഈ ബസ് സ്റ്റാൻഡ് മുമ്പിലിരിക്കുന്ന കടക്കാരുടെയും പറഞ്ഞേക്കാൻ. നിങ്ങൾ ആർക്കെങ്കിലും വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ പോയി തിരിച്ചു മാറ്റുള്ളൂ. നിങ്ങളെ ഇവിടുന്ന് നിയമപരമായി തന്നെ ഒഴിപ്പിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഇവരെ ഒഴിപ്പിക്കാതെ ഇവരുമായിട്ടൊരു ഒത്തുതീർപ്പിലെത്താമെന്ന് പറഞ്ഞ് ഞാനൊരു ചർച്ചയ്ക്ക്, ഒരു രാഷ്ട്രീയക്കാരൻ എപ്പോഴും ജനാധിപത്യത്തിൽ ചർച്ച ചെയ്യണമെന്ന് ചോദിക്കുന്നതാണ്, ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചു. 2 പാവങ്ങൾ മാത്രം വന്നു, അവരെ നമ്മൾ സഹായിക്കും. വരാത്തവരെ ബഹുമാനപ്പെട്ട കോടതി കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൽ KSRTC ജയിക്കും. കാരണം ഞങ്ങൾക്ക് നമ്പർ ഇട്ട് കിട്ടിയില്ലെങ്കിൽ, ഞാൻ പറഞ്ഞ ദുരന്തം, നാളെ ഒരു അപകടം ഇവിടെ സംഭവിച്ചാൽ ആ വ്യക്തിക്ക് ഒരു ക്ലെയിമും കിട്ടാത്ത വിധത്തിൽ അവരെ ഈ നമ്പർ ഇട്ടില്ല എന്നൊട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുനിസിപ്പൽ ചെയർമാനും മുനിസിപ്പൽ കമ്മിറ്റിയും BJPക്കും ആയിരിക്കും എന്നൊരു യാതൊരു സംശയവുമില്ല. ഒരു അപകടം സംഭവിച്ചാൽ അതിനെ ഈ കടക്കാരുടെ പേരും പറഞ്ഞ് ഈ കടക്കാർ ഒഴിഞ്ഞു തരണം. അത് ന്യായമാണ്. പാലക്കാട്ടെ എല്ലാ ജനങ്ങൾക്കും ഈ കട ഇവിടെ കയറ്റി വെച്ചേക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് മാറി തന്നെ തരണം, അതിനൊരു സംശയം അവർക്ക് വേണ്ട. മാറ്റുക മാത്രമല്ല, നിങ്ങളെയോ നിങ്ങളുടെ പേരിൽ എവിടെയുണ്ടെങ്കിലും കേരളത്തിൽ ഇതുപോലെ KSRTCയെ നശിപ്പിക്കുന്ന തരത്തിൽ കച്ചവടം നടത്തുന്ന നിങ്ങളുടെ ബന്ധുക്കളാവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, നിങ്ങളാകട്ടെ, ആരെങ്കിലും ലൈസൻസ് എടുത്തുണ്ടെങ്കിൽ ആ ലൈസൻസ് പുതുക്കും എന്നാരും സ്വപ്നം കാണണ്ട. ആ ലൈസൻസ് പുതുക്കൂല. അത് KSRTC തീരുമാനിച്ച്, ഡയറക്ടർ ബോർഡ് കൂടി തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇനി പുതുക്കുന്നില്ല. കാരണം KSRTC ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ പോകണം. ഇത്തരം വാടക ഇനിയിപ്പോൾ എഗ്രിമെന്റ് ഒക്കെ മാറ്റി, പഴയ പോലെയല്ല. 1 മാസം വാടക മുടക്കിയാൽ പിന്നെ എക്സ്റ്റൻഷൻ.
2 വർഷത്തേക്കാണല്ലോ കൊടുക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒരു മന്ത്രിയല്ല ആര് വിചാരിച്ചാലും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു എഗ്രിമെൻറ്റിൽ മാറ്റം ഉണ്ടാക്കി. ആ മാറ്റം അനുസരിച്ച് ഇനി 1 മാസത്തെ വാടക മുടങ്ങിയോ വൈദ്യുതിയോ വെള്ളത്തിൻ്റെ പണമോ കൊടുക്കാൻ കുടിശ്ശികയിട്ടാൽ അവർക്ക് ഇനി KSRTC എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അവർ കടവഴിഞ്ഞ് പോയിക്കോണം. കാലാവധി അവരിരിക്കാം, അത് കഴിഞ്ഞ് പോയിക്കോണം എന്നുള്ളതാണ്. അതിനകത്ത് വളരെ വ്യക്തമായ ധാരണ KSRTC ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. വളരെ KSRTC ഒന്ന് മെച്ചപ്പെടുത്തിയിട്ടേ അടങ്ങുമെന്ന് KSRTC ജീവനക്കാരും മാനേജ്മെൻറ്റും തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ആര് ബഹളം വെച്ചാലും പുറമോട്ട് പോവുകയില്ല. നമ്മളിനി ചെലവ് കുറയ്ക്കും, വരുമാനം വർദ്ധി, നിങ്ങളെ കൊറിയർ സർവീസിൽ സ്വകാര്യവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞൊരു പ്രചരണമുണ്ട്. അങ്ങനെയല്ല. കൊറിയർ സർവീസുകൾ ഇപ്പോഴത്തെ പോലെ പോയാൽ പറ്റൂല. ആന്ധ്രയിൽ കൊറിയർ സർവീസിന്റെ വരുമാനം 200 കോടി രൂപയാണ് ആന്ധ്രയിൽ കൊറിയർ സർവീസിന്റെ വരുമാനം. ആ 200 കോടി രൂപ പോലൊരു വരുമാനം കേരളത്തിൽ നേടിയെടുത്തേ പറ്റൂ. ഇനി കൊറിയർ സർവീസുകൾ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്, അത് കൈകാര്യം ചെയ്യുന്നതിന്, കയറ്റി ഇറക്കി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്വകാര്യ പങ്കാളിയെ ക്ഷണിച്ചിരിക്കുന്നത്. വീടുകളിൽ എത്തിക്കാൻ KSRTC ജീവനക്കാർ കഴിയത്തില്ല. അതിനെ ജീവനക്കാരെ വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് പൈസയില്ല. അത് കിട്ടുന്ന പൈസയെല്ലാം അങ്ങനെ പോകും. നിങ്ങൾ മനസ്സിലാക്കൂ, KSRTC ഒരു നഷ്ടവും വരില്ല. 9 കോടി രൂപയ്ക്ക് KSRTC കൊടുത്തിരുന്ന ബസ്സിന്റെ മുകളിലെ പരസ്യം 18.5 കോടിക്കാണ് ഈ വർഷം ടെൻഡർ പിടിച്ചത്. 18, നേരെ ഇരട്ടിക്ക് വേണം അളയണം. വരുമാനം വർദ്ധിക്കുകയാണ് KSRTCയുടെ. അതുപോലെ ബഡ്ജറ്റ് ടൂറിസം 180%. ബഡ്ജറ്റ് 2024 2025 കിടക്കുമ്പോൾ ഏതാണ്ട് 180%-ലധികമാണ് ബഡ്ജറ്റ് ടൂറിസത്തിന്റെ വരുമാനത്തിലെ വർധനവ്. ഇനി ബഡ്ജറ്റ് ടൂറിസം ഒരു മാസം കേരളത്തിന് പുറത്തെ തമിഴ്നാട്ടിലേക്ക് 50 ബസ്സുകൾ വിവിധ ബസ് സ്റ്റേഷനിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പോകും. അതുകൊണ്ട് കളക്ഷൻ ഭയങ്കരമായിട്ട് ബഡ്ജറ്റ് ടൂറിസം അടിച്ചു കയറുകയാണ്. കാരണം കഴിഞ്ഞ വർഷത്തേക്കാൾ 180%-ലധികമാണ് ഈ വർഷത്തെ വർധനവ്. KSRTC രക്ഷപ്പെടുമെന്ന് കാണുമ്പോൾ ചില കൊഞ്ഞനം കുത്തലുകളൊക്കെ ഉണ്ടാവും. അതൊന്നും കാര്യമാക്കേണ്ടതില്ല. KSRTC പരിഷ്കാരത്തിന്റെ പാതയിലാണ്. KSRTCയുടെ മുഴുവൻ പർച്ചേസും ഇനി കമ്പ്യൂട്ടർ വഴിയായിരിക്കും. എല്ലാ പേയ്മെന്റും കമ്പ്യൂട്ടർ വഴിയായിരിക്കും. യാതൊരുവിധ അഴിമതിയും ഇതിനകത്ത് നടത്താൻ ആരെയും അനുവദിക്കില്ല. എല്ലാം കമ്പ്യൂട്ടർ വഴിയായിരിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. രാഹുൽ പറഞ്ഞ പോലെ പുതിയ ബസ്സുകൾ ഏറ്റവും ബാംഗ്ലൂർ നിങ്ങൾ മനസ്സിലാക്കി. ഇവിടെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ നഗരങ്ങളിൽ നിന്നും ബാംഗ്ലൂരേക്ക് കൊടുത്ത 45 പെർമിറ്റുകൾ നമുക്ക് 48 പെർമിറ്റാണ് നമുക്ക്. ഈ 48 പെർമിറ്റിലും ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടികൾ വാങ്ങിച്ച് ഓടിക്കാൻ പോയാണ്. വോൾവോ കമ്പനി ഡൽഹിയിൽ നടന്ന ഓട്ടോ ഷോയിൽ പ്രദർശിപ്പിച്ച 15 മീറ്ററുള്ള എമിറേറ്റ്സ് വിമാനത്തിന്റെ ഫസ്റ്റ് ക്ലാസ്സിനെ വെല്ലുന്ന സൗകര്യങ്ങൾ കൂടിയ ബസ് KSRTC വാങ്ങാൻ തീരുമാനിച്ചു. അതായത് നമ്മൾ പഴയ സൗകര്യമൊന്നും അല്ല, രാജകീയമായ യാത്രക്കാർക്ക്. ഈ ക്രിസ്മസിനും ഓണത്തിനും അവധിക്കാലത്തും പ്രൈവറ്റ് ബസ്സുകാരെ നമ്മളെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കും. ഈ മാർക്കറ്റിന്റെ 80%-എങ്കിലും KSRTC പിടിച്ചെടുക്കും. ഒരു സംശയം നിങ്ങൾക്ക് വേണം. നമുക്ക് ഈ സീസൺ വരുമ്പോൾ സ്പെഷ്യൽ ബസ്സുകൾ ഓടിക്കാൻ കഴിയും. ലൈലൻഡിന്റെ തന്നെ 15 മീറ്ററിന്റെ പുതിയ സ്ലീപ്പർ ബസ് വരുന്നുണ്ട്. അതും നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ ബസ്സുകൾ, ഗ്രാമീണ പ്രദേശങ്ങളിൽ ഓടാനുള്ള ചെറിയ ബസ്സുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. രാഹുൽ പറഞ്ഞതുപോലെ വീണ്ടും ഒരു പുതിയ ബസ്സുകൾ എയർ കണ്ടീഷൻ ചെയ്ത സ്ലീപ്പർ, സെമി സ്ലീപ്പർ, സ്ലീപ്പർ ബസ്സുകൾ, അശോക് ലൈനിന്റെ വണ്ടികൾ നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അതിന്റെ പണി തുടങ്ങിക്കഴിഞ്ഞു. ഏപ്രിൽ അവസാനത്തോടെ വണ്ടികൾ വന്നു തുടങ്ങും. അതോടുകൂടി ഈ ബാംഗ്ലൂർ മേഖലയിലോടുന്ന ചക്കട പുക്കട വണ്ടി എല്ലാം എടുത്ത് കളഞ്ഞിട്ട് നല്ല AC വണ്ടി വരും. അത് ബാംഗ്ലൂരിൽ നിന്നും പാലക്കാട് നിന്ന് ബാംഗ്ലൂരേക്ക് ഒരു ബസ് നൽകും എന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പ് തരുന്നു. നന്നായി ഓടിക്കണം. റിസർവേഷൻ എടുത്താൽ അത് കിട്ടും, ആളിനെ കിട്ടും. അത് ആഴ്ചയിൽ 2 എണ്ണമാണോ, അത് ഫുള്ളായിട്ട് ഓടിക്കുന്നെങ്കിൽ ഫുള്ളായിട്ട് തന്നെ ഓടിക്കണം. കാരണം അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് വിട്ട് ഇവിടെ നിന്ന് പോകണം. അല്ലാത്ത ദിവസം എല്ലാ ദിവസവും ആളെ കിട്ടും. എല്ലാ ദിവസവും തൃശ്ശൂരിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ വണ്ടി ഫുള്ളായിട്ടാണ് വരുന്നത്. ആ മാർക്കറ്റ് പോയിക്കണം. ചന്ദ്രനഗറിൽ നിന്നാണ് ആൾ കയറുന്നെങ്കിൽ വണ്ടി ചന്ദ്രനഗറിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യണം. അവിടെ നിന്നാണ് തുടങ്ങാൻ, അല്ല ഇവിടെ നിന്ന് തുടങ്ങരുത്. അവിടെ കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് തുടങ്ങണം വണ്ടി, എന്നാലേ ആൾ വരുള്ളൂ. ഇപ്പോൾ കൊട്ടാരക്കര ഗണപതി അമ്പലം മൂകാംബിക എന്ന ബസ് എൻ്റെ പിതാവിൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. ഇപ്പോഴും അത് വരുന്ന കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പലപ്പോഴും അവിടെ ആൾ കുറച്ച് പേരെ കാണത്തുള്ളെങ്കിലും അവിടെയാണ് തുടങ്ങുന്നത്. അതിൻ്റെ ആ ഒരു കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം മൂകാംബിക എന്നാണ് ആ ബസ്സിൻ്റെ പേര്. അപ്പോൾ അതുപോലെ നമ്മുടെ ബസ്സുകൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നല്ല പുതിയ ബസ്സുകൾ, പല സൈസ്, ചെറിയ വണ്ടികൾ, വലിയ വണ്ടികൾ, ഫാസ്റ്റുകൾ, സൂപ്പർ ഫാസ്റ്റുകൾ എല്ലാം ഏപ്രിൽ അവസാനത്തോടെ പുതിയ ഫാസ്റ്റുകളും സൂപ്പർ ഫാസ്റ്റുകളും വരും. ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് വളരെ ശ്രദ്ധയുണ്ടാകണം. അപകടത്തിൽ വണ്ടി പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. പരമാവധി ആളുകൾ കൈ കാണിക്കുമ്പോൾ കയറ്റാൻ ശ്രമിക്കുക. പരമാവധി ആളുകളെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുകൊണ്ട് സമരക്കാരോട് ഒരു സൂചന എടുക്കുകയാണ്. മേലിൽ രാഹുൽ പറഞ്ഞ പോലെ ഒരു നിവേദനം തന്നേച്ച് സമരം ചെയ്യുന്നതിന് എനിക്ക് വിരോധമില്ല. സമരമൊക്കെ വലിയ സന്തോഷം തന്നെ. എനിക്ക് അവരെ കണ്ടപ്പോൾ ഇഷ്ടമാണ് തോന്നിയത്. അനിയ കാര്യം പറയാമെന്ന് പറഞ്ഞപ്പോൾ അനിയൻ്റെ പറയാൻ കാര്യമൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്? പറയാൻ കാര്യം വേണ്ടേ?
കാര്യം പറയും. വെപ്രാളം പിടിച്ചിട്ട് മുദ്രാവാക്യം പിടിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ക്ഷമയോടുകൂടി, ഞാനൊരു മന്ത്രിയല്ലേ, ഞാൻ ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞു തന്നെ ഞാൻ ക്ഷമയോടെ അത് പരിഹരിപ്പോൾ രാഹുൽ ഇവിടെ ഇരുന്ന് പറഞ്ഞു, ശ്രീകണ്ഠൻ ഇനി പറയും, ആ പ്രശ്നങ്ങൾ കേൾക്കുകയും കൗൺസിലർ പറയും, അത് കേൾക്കുകയും പരിഹരിക്കാനല്ലേ മന്ത്രി? അത് വഴക്കടിക്കാനാണോ മന്ത്രി? അല്ല. അപ്പം അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഒച്ചയും ബഹളം ഒന്നും കേട്ടാൽ പേടിക്കുന്ന ആളല്ല, അങ്ങനെ ധരിക്കരുത്. സിനിമാ നടനാണ്, എനിക്ക് വലിയ ഇളക്കമൊന്നും ഇല്ലെങ്കിലും ഞാൻ ഇതൊക്കെ കണ്ടും കേട്ടും വളർന്ന ഒരു അച്ഛൻ്റെ മോനാണ്, എന്നോട് വേണ്ട എന്ന് എനിക്ക് പറയാനുള്ളത്. പേടിപ്പിച്ചാൽ പേടിക്കുന്നിടത്ത് പോയി പേടിപ്പിക്കുക. ഒച്ചയും ബഹളമൊന്നും കേട്ടാൽ ഈ സിംഹഗർജനം കേട്ട് കിടക്കുന്നവരെ എന്തോന്ന് പൂച്ചയുടെ കരച്ചിലെന്ന് ചോദിക്കുന്നവരേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങ് വിട്ടേരെ. അതൊന്നും ഇതെല്ലാം കഴിഞ്ഞ് 10-24 കൊല്ലമായി മക്കളെ, ഇതെല്ലാം കഴിഞ്ഞു വന്നതാണ്. ഇനി കേൾക്കാനൊന്നും ബാക്കിയില്ല, പറയാനൊന്നും ബാക്കിയില്ല. അതുകൊണ്ടൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ഒരു സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. ഈ വാച്ച് KSRTCക്കാർ അടിച്ചോണ്ട് പോയെന്നും പറയരുത്, അവിടെ വെച്ചിട്ടുണ്ട്, അത് വന്ന് വാങ്ങിച്ചോണ്ട് പോകണം. ഇത് പിന്നെ പറയും ഇത് റോളക്സ് വാച്ചായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കുഴഞ്ഞു പോത്തേ ഉള്ളൂ. അല്ല, ഇത് വന്ന് വാങ്ങിച്ചോണ്ട് പോകണം, അത് അഭ്യർത്ഥിക്കുന്നു. ഒരുപാട് നന്മയോടെ ഇവിടുത്തെ ജീവനക്കാർ ആവശ്യപ്പെട്ട അവരുടെ വിശ്രാമമുറി, അവരുടെ ഓഫീസ് സർവ്വതും നമുക്ക് എയർ കണ്ടീഷൻ ചെയ്യാൻ കഴിഞ്ഞു. വിവോയുടെ ഒരു സഹായം, അവർ വളരെ ആത്മാർത്ഥമായി വളരെ വേഗത്തിൽ വെൽ ഫിനിഷ്ഡാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവർ വെള്ളം വെച്ചണക്കൊന്നുമല്ല. കോഴിക്കോടൊക്കെ ഒരു ദിവസത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര വരുമാനമാണ്. കോഴിക്കോട് ബസ് സ്റ്റേഷൻ, ഇത് പാലക്കാട്. പ്രത്യേകിച്ച് ഞാനൊരു കാര്യം, ഈ ഒരു ഡിസൈനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളും സുരക്ഷിതരാവണം. വെറും 20 രൂപ 30 രൂപയുള്ള കാര്യമുള്ളൂ. ഗൂഗിൾ പേ ചെയ്ത് കയറാം. സ്ത്രീകളും കുഞ്ഞുങ്ങളും ഇതിൻ്റെ ഉള്ളിൽ സുരക്ഷിതരാണ്. ഇവിടെ ഇരുന്നാൽ അവിടെ വരുന്ന ബസ്സുകൾ കാണാം. അവരെ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഇത് സുരക്ഷിതരാണ്. ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ DTOടും സെക്യൂരിറ്റിയോടൊക്കെ ഞാൻ പറയുകയാണ്, വൈകിട്ടാകുമ്പോൾ ആവശ്യമില്ലാത്ത ആളുകൾ ഇതിനകത്ത് പതിവായി കയറുന്നത് തടയാനുള്ള നിയന്ത്രണം ഉണ്ടാകണം. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തുറന്നത് നശിപ്പിച്ചതിന് പുറകെ എന്താണ് കാര്യമെന്ന് ഞാൻ പറയുന്നില്ല. ആവശ്യമില്ലാത്ത ആളുകൾക്ക്, ലോക്കൽ ആളുകൾക്ക് കയറിയിരുന്ന് വിശ്രമിക്കാനല്ല, യാത്രക്കാർക്കുള്ള മുറിയാണ്. പ്രത്യേകം പറയുന്നു, യാത്രക്കാർക്കുള്ള വിശ്രമ കേന്ദ്രമാണ്. അല്ല വഴിയെ പോകുന്നവർക്ക് വൈകിട്ട് ഇവിടെ തങ്ങുന്നവർക്കും ഉള്ളതല്ല. ഒരു ഈ പോലീസ് എയ്ഡ് പോസ്റ്റിനെ പറ്റി പറഞ്ഞു, അതിനുള്ള സ്ഥലം നൽകാനായിട്ട് CMD ഇപ്പോൾ തന്നെ നിർദ്ദേശം നൽകുകയാണ്. പോലീസ് എയ്ഡ് പോസ്റ്റുള്ള എയർപോർട്ട് SP സംസാരിച്ച് ചെയ്തുകൊള്ളൂ, നമ്മൾ തരാൻ തയ്യാറാണ്. ബസ്സുകളെല്ലാം റോഡിലേക്കാണ് ഇടുന്നത്. മുഴുവൻ ബസ് സ്റ്റേഷനുകളിലും 2 മാസത്തിനുള്ളിൽ ക്യാമറ വയ്ക്കുകയാണ്. കംപ്ലീറ്റ് സെക്യൂരിറ്റി കൺട്രോൾ ഒരു റൂമിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എയ്ഡ് പോസ്റ്റ് അറിയിച്ചാൽ മതി. ആ സെക്യൂരിറ്റി കൺട്രോളിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയാതെ പോകുന്ന ജീവനക്കാരുണ്ട്. കാലിന് തട്ടി ഒടിവ് പറ്റി വേറെ ലൈറ്റ് ഡ്യൂട്ടിയാണ്. അവരെ കസരയിട്ട് ക്യാമറയുടെ മുമ്പിൽ എത്തിയിട്ട് അവർ പറയും എവിടെ എല്ലാ ക്യാമറയും അവർ ഒബ്സർവ് ചെയ്യും. അങ്ങനെ എല്ലാം മാറ്റാൻ പോവുകയാണ്. ലൈറ്റ് ഡ്യൂട്ടി എടുത്തേക്കുന്ന ജീവനക്കാരോട് ഞാൻ പറയുന്നു, മന്ത്രി തന്നെ നേരിട്ട് നിങ്ങളെ രാത്രി ഉറങ്ങണം എന്ന് നിർബന്ധമുള്ളവർക്ക് ആ ജോലി, ഉറങ്ങണ്ട എന്ന് ഡോക്ടർ പറയുന്നവർക്ക് രാത്രിയിലത്തെ ജോലി, ഇങ്ങനെ കൃത്യമായി ഈ മാസം തന്നെ കൃത്യമായി നിങ്ങൾക്കത് വീതിച്ചു തരും. ഇപ്പോഴും ഞാനൊരു കാര്യം പ്രഖ്യാപിക്കുന്നില്ല. KSRTC ജീവനക്കാരെ കാണുമ്പോൾ ഗോളടിച്ചല്ലോ എന്ന് മറ്റാളുകൾ പറയുന്ന തരത്തിലുള്ള ഒരു സമ്മാനം നിങ്ങൾക്ക് കരുതി വെച്ചിട്ടുണ്ട്. അത് പുറകെ വരും. ഇതാണോ ഉദ്ദേശിച്ചത്? നിങ്ങൾ ഞെട്ടിപ്പോകുന്നൊരു സമ്മാനമാണ്. ആ സമ്മാനം നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചർച്ചകളും എഴുത്തുകുത്തുമൊക്കെ നടക്കുകയാണ്. അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. എല്ലാം കൂടി പറഞ്ഞാൽ രസമില്ല. കഥയ്ക്കൊരു സസ്പെൻസ് വേണം. ആ സസ്പെൻസ് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ നിങ്ങൾക്ക് എത്തും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എത്തുമ്പോൾ നിങ്ങൾ ആഹാ എന്ന് പറയും. നിങ്ങളെ നോക്കിയിട്ട് എന്ന് മറ്റുള്ളവരും പറയും. അതിന് അവസരം ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടെ ഈ വിവോ നമുക്ക് നിർമ്മിച്ച് നൽകിയ ഈ വിശ്രമ കേന്ദ്രം സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബമായിട്ട് ഇവിടെ ഒരു അഡീഷണൽ ആയിട്ട് ടോയ്ലറ്റ് കൂടി ഉണ്ടായി എന്നൊരു സൗകര്യമുണ്ട്. അതിന് ഒത്തിരി അവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇനിയും അവർ ഇന്ന് തൃശ്ശൂരത്തെയും ഇവിടുത്തെയും 2 വിശ്രമ കേന്ദ്രങ്ങളും പാലക്കാട് വെച്ച് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ തിരിക്കുന്നു. നന്ദി, നമസ്കാരം.